ഈ കഴിഞ്ഞ 3 മാസമായി ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4-ാം മാസം ഈ ജൂലൈ മാസത്തിലും മുടങ്ങാൻ പോവാണ്. ഈ ഓഗസ്റ്റിൽ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഓണക്കാലത്ത് ജീവനക്കാരുടെ ജീവിതം ദുരിതമാവുകയാണ്. സംസ്ഥാനത്തെ 17 ലാൻഡ് അക്വിസിഷൻ യൂണിറ്റുകൾക്കാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമായ ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ദുരിത സാഹചര്യത്തിൽ എത്തിക്കുന്നതിൽ സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യം. നമസ്കാരം. റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ മുൻപിൽ കേരള NGO സംഘ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അതായത് 3 മാസത്തിലധികമായി ഇവർക്ക് ശമ്പളം നൽകുന്നില്ല എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥരാണ്, ജോലിക്കാരാണ് ഇത്തരത്തിൽ കമ്മീഷണറേറ്റിന്റെ മുൻപിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ വലിയൊരു സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കിവിടെ ബാനറിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. വിസ്മയമല്ല വേണ്ടത്, പണിയെടുത്തതിന്റെ കൂലിയാണ് എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓണക്കാലമാണ്. ഓണക്കാലമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശമ്പളമില്ലാതെ ഓണം ഉണ്ണുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എത്ര മാസമായി ശമ്പളം ലഭിച്ചിട്ട്? 3 മാസം. ഈ കഴിഞ്ഞ 3 മാസമായി ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4-ാം മാസം ഈ ജൂലൈ മാസത്തിലും മുടങ്ങാൻ പോവാണ്. ഈ ഓഗസ്റ്റിൽ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഓണക്കാലത്ത് ജീവനക്കാരുടെ ജീവിതം ദുരിതമാവുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ആ ഒരു തുടർച്ചാനുമതി അവസാനിച്ചതാണ്. സാധാരണ നമുക്കറിയാം, റവന്യൂ സ്പെഷ്യൽ ഓഫീസുകളുടെ തുടർച്ചാനുമതി വർഷാവർഷം പുതുക്കുന്നതാണ്. അത് യഥാസമയത്ത് അപേക്ഷ കൊടുത്താൽ പോലും, അത് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് വകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയാൽ പോലും അതിലൊരു വലിയ അലംഭാവമാണ് ഉണ്ടാകാറുള്ളത്. അത് പുതുക്കി നൽകുന്ന ഒരു കീഴ്വഴക്കമില്ല. ഇത് പതിവ് രീതിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശമ്പളം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ രാവിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സമയത്ത് ഈ വിഷയം അദ്ദേഹം അടിയന്തരമായി ഇടപെടുകയും അദ്ദേഹം അത് ഫിനാൻസ് സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഫിനാൻസ് സെക്രട്ടറിയുമായി സംസാരിച്ചിട്ട് അത് എപ്പോൾ നൽകുമെന്നൊരു ഉറപ്പ് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അതുവരെ ഞങ്ങളിവിടെ സമരം തുടരും. അപ്പം ഈ ഒരു ലാൻഡ് അക്വിസിഷന്റെ സംസ്ഥാനത്തെ 17 ലാൻഡ് അക്വിസിഷൻ യൂണിറ്റുകൾക്കാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അത് ഡിസംബറിൽ മുടങ്ങിയ ഓഫീസുകളുടെ കാര്യമാണിത്. ഡിസംബറിൽ മുടങ്ങിയ ഓഫീസുകൾ ഇത്രയും 8 മാസം പിന്നിടുമ്പോഴും അവർക്ക് ശമ്പളം ആയിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ മാസം ജൂലൈ മാസം മുതൽ ശമ്പളം മുടങ്ങുവാണ് വേറെ കുറെ റവന്യൂ റിക്കവറി ഓഫീസുകളുടെ. ആ ശമ്പളം അവർക്കും കിട്ടാതെ, അപ്പോൾ ഓണക്കാലത്ത് റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് കൂട്ടത്തോടെ ശമ്പളമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റവന്യൂ മന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഷേധത്തിലൂടെ ഇതിനൊരു തീരുമാനമുണ്ടാക്കി ജീവനക്കാർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയായ NGO സംഘിന്റെ ചുമതലയാണ്. അത് നിർവഹിക്കുന്നതാണ് ഞങ്ങളുടെ സമരം ചെയ്യും. കമ്മീഷണർ നിലവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ അദ്ദേഹം ഫിനാൻസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ മാധ്യമങ്ങളല്ലേ, നിങ്ങളൊന്ന് അദ്ദേഹത്തെ കാണൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, ഈ തീരുമാനമുണ്ടാക്കും. ഇവിടുത്തെ കമ്മീഷണറേറ്റിലെ ഫിനാൻസ് ഓഫീസറെ അടിയന്തരമായിട്ട് അവിടെ സെക്രട്ടേറിയറ്റ് ചെന്നിട്ട് അടിയന്തരമായി ഇതിലൊരു പുരോഗതി ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തി അയച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ, എൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വൈകിപ്പോയത്. എന്തായാലും ഇന്നോ നാളെയോ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നൊരു ഉറപ്പ് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഒരു ശ്രമം തുടരുവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ 100% ഉറപ്പ് ലഭിച്ചാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. ഏകദേശം എത്ര ജീവനക്കാരുണ്ട്? ഏകദേശം 258 ജീവനക്കാർ നിലവിൽ ഈ 7 യൂണിറ്റുകളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും അതുപോലത്തെ അത്രയും സംഖ്യയുള്ള റവന്യൂ റിക്കവറി ഓഫീസുകളുടെ ശമ്പളവും മുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു അധ്യയന വർഷാരംഭത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഓണക്കാലത്തും കൂടി ശമ്പളമില്ലാതെ വന്നാൽ കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമായ ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ദുരിത സാഹചര്യത്തിൽ എത്തിക്കുന്നതിൽ സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് കേരള NGO സംഘിന്റെ സംസ്ഥാന നേതാവായ S രാജേഷ് ആണ്.
250-ലധികം വരുന്ന ജീവനക്കാരാണ് ഉള്ളത്. ഈ ജീവനക്കാർക്കാണ് നിലവിലിപ്പോൾ 3 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നു. ഓണക്കാലമാണ്, അതുകൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമെല്ലാം തന്നെ നോക്കേണ്ട സമയമാണ്. ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്നത്. 250-ലധികം വരുന്ന ജീവനക്കാരുടെ റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്കുള്ള ശമ്പളമാണ് നിലവിലിപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ആ ശമ്പളം കൃത്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിന്റെ മുൻപിൽ നിരവധി ജീവനക്കാർ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് കേരള NGO സംഘത്തിന്റെ സംസ്ഥാന നേതാവായ എസ് രാജേഷ് നമ്മളോട് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.